പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ മഞ്ഞളിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മഞ്ഞൾ ഉപയോഗിക്കാത്ത ഒരു കറിയുമില്ല. എങ്കിൽ മഞ്ഞളിൻ്റെ ഔഷധഗുണം ഒന്ന് നോക്കിയാലോ. ശരിക്കും നല്ല ഔഷധ ഗുണം ഉള്ള ഒരു സാധനമാണ് മഞ്ഞൾ. അതായത് നമ്മൾ മഞ്ഞൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാവരുത്. മഞ്ഞൾ വാങ്ങിച്ച് നമ്മൾ പൊടിപ്പിക്കണം. അതാ മഞ്ഞൾ പൊടിപ്പിച്ച പൊടിയാണിത്. അപ്പോൾ ഈ മഞ്ഞളും തേനും ചേർന്ന് നമുക്ക് വലിയ ഒരു ഔഷധം ഉണ്ടാക്കാം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തുമ്മുന്നു, ചീറ്റുന്നു, മൂക്ക് ചൊറിയുന്നു, കണ്ണ് ചൊറിയുന്നു. അങ്ങനെ അലർജി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. മരുന്ന് കുടിക്കുമ്പോൾ മാത്രം ആശ്വാസം കിട്ടുന്നു, പിന്നീട് വരുന്നു എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ഞളും തേനും ചേർത്ത ഒരു ഔഷധം ദിവസേന ഒന്ന് സേവിച്ച് നോക്കണം. ഒരു മാജിക്ക് പോലെയൊന്നും മാറ്റം കിട്ടുകയില്ല. ഒരു 3 മാസം തുടർച്ചയായി നമ്മൾ കഴിച്ചാൽ നമ്മുടെ അലർജി കൊണ്ടുള്ള എല്ലാ പ്രോബ്ലംസും നല്ലതുപോലെ മാറിക്കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ തേനിൽ മഞ്ഞളിടരുത്. മഞ്ഞൾ പൊടി ആദ്യം എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടി ആദ്യം ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇടണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കണം. ഈ തേനും ഒഴിച്ച് ആവശ്യത്തിന് തേൻ ഒഴിക്കും. ഒരു തേനും ഒഴിച്ച് അതൊന്ന് കലക്കണം. ഭംഗിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ഭംഗിയായി നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ലൊരു ലൂസ് പരുവത്തിന് ഇങ്ങനെ കിട്ടുമ്പോൾ അതിനെ നമ്മൾ വായിലേക്ക് എടുത്തങ്ങൊഴിക്കരുത്. നമ്മൾ സേവിക്കണം. നാക്കിൽ വെച്ച് രുചിച്ച് നുണച്ചങ്ങിറങ്ങണം. അങ്ങനെ ഇറങ്ങുമ്പോൾ മാത്രമാണ് അതിൽ നമ്മുടെ അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഔഷധവീര്യവും നമ്മളിലേക്ക് എത്തുന്നത്. നമ്മളിങ്ങനെ കുറച്ച് സമയമെടുത്ത് സമാധാനത്തിൽ ഇത്രയും അളവെടുത്ത് നമ്മളതിനെ ഇങ്ങനെ നായിലേക്ക് അങ്ങനെ നുണഞ്ഞ് ഇറങ്ങണം. അപ്പോൾ കുറച്ച് നേരം നുണഞ്ഞിറങ്ങാനുള്ളൊരു സാധനം ഉണ്ട് ഇത്. ഇങ്ങനെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ 1.5 മണിക്കൂർ നേരത്തേക്ക് വെള്ളമോ ആഹാരമോ ഒന്നും കഴിക്കരുത്. അങ്ങനെ നമ്മളൊരു 3 മാസം തുടർച്ചയായി മറക്കാതെ വെറും വയറ്റിൽ കഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ അത്ഭുത സിദ്ധി മനസ്സിലാക്കാൻ പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെയുള്ള ചെറിയ ഔഷധക്കൂട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനും ഒന്ന് ലൈക്കും ഷെയറും തന്ന് എന്നെ സഹായിക്കാനും മറന്നു പോകരുത്. നന്ദി, നമസ്കാരം.